ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വയനാട്ടിലെ വടുവഞ്ചാലിലുള്ള അനുഗ്രഹ ധ്യാന കേന്ദ്രത്തെ പറ്റിയാകട്ടെ വിശദീകരണം. അങ്ങോട്ട് പോകുന്ന ബസ്സുകളുണ്ട്, അതിൽ കയറി പോകാം. അങ്ങോട്ടേക്കായി കൊണ്ടുപോകുന്ന ബസ്സുകൾ, അതിൽ കയറി ആളുകൾക്ക് പോകാം. ഇതാണ് ആ ധ്യാന കേന്ദ്രം. അവിടെ ഫാദർ മാത്യു വയലാമണ്ണിൽ അച്ഛൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ ഉത്ബോധനങ്ങളും കേൾക്കും. ബൈബിൾ ഇത്ര നന്നായി രുചിച്ചറിഞ്ഞ് പഠിച്ച് വിശകലനം ചെയ്ത് വിശ്വാസം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന മറ്റൊരു സ്പിരിച്വൽ ഫാദേഴ്സിനെയും ഞാൻ കണ്ടിട്ടില്ല. കുചേലൻ ദ്വാരകയിലേക്ക് പോയതുപോലെ ഒന്നും കിട്ടുമെന്നോ കിട്ടുകയില്ലെന്നോ ഒന്നും വിചാരിക്കേണ്ട. കയ്യിലുള്ളത് എന്താണെങ്കിലും നന്മയായാലും തിന്മയായാലും നമ്മളെയും കൊണ്ട് തന്നെ ഒന്ന് പോയി ആ പ്രസംഗങ്ങൾ, ആ ഉത്ബോധനങ്ങളൊന്ന് കേൾക്കുക. നല്ലതായിരിക്കും. അതൊരു പുതിയ വലിയ അനുഭവമായിരിക്കും. അവിടെ വേളാങ്കണ്ണി മാതാവിൻ്റെ പ്രതിഷ്ഠയുണ്ട്, യൂദാ തദേവൂസ് പുണ്യവാൻ്റെ പ്രതിഷ്ഠയുണ്ട്, അതുപോലെ പ്രയർ ഹാളുണ്ട്. അവിടെ നിന്നെല്ലാം നമുക്ക് വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്നതിനുള്ള എല്ലാ സംഗതികളും കിട്ടും. അവിടെ ബഥേൽ കൽക്കുരിശ് എന്ന് പറഞ്ഞൊരു കൽക്കുരിശുണ്ട്. അതിൽ അവിടുന്ന് തരുന്ന വെഞ്ചരിച്ച എണ്ണയൊഴിക്കുകയും അതിൽ അവരവരുടെ പ്രാർത്ഥനകൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിശ്വാസമാണല്ലോ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അവിടുത്തെ ബൈബിൾ വിശകലനം എന്ന് പറയുന്നത് അഗ്രഗണ്യമാണ്. ഈ ഫാദറിനെ പ്രത്യേക നിയോഗാർത്ഥം ജനിപ്പിച്ചതുപോലെയുണ്ട് ദൈവം. അതുപോലെ വിശദീകരിക്കാൻ കഴിയുന്നുണ്ട്. വയനാടിൻ്റെ പച്ചപ്പുള്ള പ്രകൃതി ഭംഗിയും കണ്ട് ചുരം കയറി അവിടെ ചെല്ലുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. ജീസസ് ക്രൈസ്റ്റിൻ്റെ 2025 ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷം തീർത്ഥാടനത്തിൻ്റെ വർഷമായിരിക്കണമെന്നാണല്ലോ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞിരിക്കുന്നത്. തീർത്ഥാടനത്തിന് പറ്റിയ ഏറ്റവും നല്ല ഒന്നാമത്തെ ഒരു സ്ഥലമാണ് അനുഗ്രഹ ധ്യാന കേന്ദ്രം വയനാട്. അങ്ങേയറ്റം സിൻസിയറിറ്റിയോടുകൂടി തന്നെ താമസവും ഭക്ഷണവും ഒരുക്കി സൗകര്യം തരുന്ന ഒരു നല്ല സ്ഥലം. എന്ന് വെച്ച് കണ്ടമാനം പൈസ ഈടാക്കാനുള്ള യാതൊരു ഉദ്ദേശവും അവിടെ ഇല്ല. ആ പ്രത്യാശാഭവനത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു.